ദേ ഇന്ന് ഞായറാഴ്ചയല്ലേ? അമ്മ ഇന്ന് ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ആഹാ, ചിക്കൻ ബിരിയാണിയോ? അമ്മ ഇൻസ്റ്റാഗ്രാമിലിടാൻ ഞാനിതിൻ്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ. നിന്റെ ഒരു ഫോട്ടോ ആദ്യം കഴിക്ക് പെണ്ണേ. അമ്മയുടെ ബിരിയാണിയിൽ ചിക്കൻ കഷ്ണങ്ങളൊക്കെ കാണാനുണ്ട്, പക്ഷേ ഇതിലെന്തൊരു പന്തീരുണ്ടല്ലോ. എന്താടാ, നെയ്യ് കുറഞ്ഞു പോയോ അതോ ഉപ്പ് കൂടിപ്പോയോ? ഒരു കുഴപ്പവുമില്ല അമ്മേ, ബിരിയാണി സൂപ്പർ. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതല്ല അപ്പുവേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മേ. നമ്മുടെ പൂച്ചക്കുട്ടൻ മാവു എവിടെ? രാവിലെ തൊട്ട് അവനെ കാണുന്നില്ലല്ലോ. ടാ കിച്ചു, നീ നീ എന്താ ഉദ്ദേശിക്കുന്നത്? അമ്മേ, ഇതിൽ കിടക്കുന്നത്? അയ്യോ, അമ്മ നമ്മുടെ പൂച്ചയെ പിടിച്ച് ബിരിയാണി വെച്ചോ? എനിക്ക് വയ്യേ. നിനക്കൊക്കെ വട്ടാണോടാ? ഞാൻ എന്തിനാ പൂച്ചയെ പിടിച്ച് ബിരിയാണി വെക്കുന്നത്? മാർക്കറ്റിൽ പോയി രാവിലെ നല്ല ഫ്രഷ് ചിക്കൻ നോക്കി വാങ്ങിയതാ. അപ്പൊ നമ്മുടെ പൂച്ച എവിടെ അമ്മേ? അതാ കിടക്കുന്നു നിന്റെ പൂച്ച. അവൻ അടുക്കളയിൽ മീൻ കഷ്ണം കട്ട് തിന്ന് അവിടെ കിടന്നുറങ്ങുകയായിരുന്നു. ഹാവൂ, ഭാഗ്യം, എൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. ടാ കിച്ചു, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞതല്ലേ അപ്പോട്ടാ. പക്ഷെ ഒന്നുറപ്പുണ്ട്, ബിരിയാണിക്ക് നല്ല കേറ്റസ്റ്റൽ ടേസ്റ്റ് ഉണ്ട്. ഡാ കള്ളക്കണ്ണ, എന്നെ കൊണ്ട് ബിരിയാണിക്ക് പൂച്ചയുടെ പേര് പറയിപ്പിക്കുന്നാടാ. ഈ സ്കെയിൽ കൊണ്ട് ഒരൊറ്റ അടി തന്നാലുണ്ടല്ലോ. കിച്ചു, നിന്റെ സംസാരം കുറച്ച് ഓവർ ആവുന്നുണ്ട്. അയ്യോ, അമ്മ സ്കെയിൽ എടുത്തേ. നിനക്ക് അങ്ങനെ തന്നെ വേണം. ഇനി അവൻ ഒരിക്കലും അമ്മയുടെ ബിരിയാണിക്ക് കുറ്റം പറയില്ല.